കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. വെള്ളിഞ്ഞഴി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ കനാലിൽ വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുന്നു. 20 ചാക്കോളം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും സ്ഥലം സന്ദർശിച്ചു. ഇതിനു മുമ്പും ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അവയിൽ പലതും പിടിക്കപ്പെട്ടതായും നടപടികൾ സ്വീകരിച്ചതായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ പറഞ്ഞു. മാലിന്യത്തിൽ നിന്നും കിട്ടിയ അഡ്രസ് വെച്ച് ആളുകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞതായും തുടർ നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്പളശ്ശേരി ആസ്ഥാനമായുള്ള ഒരു ബാങ്കിന്റെ അഡ്രസ്സാണ് നിലവിൽ മാലിന്യത്തിൽ നിന്നും ലഭിച്ചത്. ഇതു സംബന്ധിച്ച് ശക്തമായ നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുമെന്ന് അനിൽകുമാർ പറഞ്ഞു. തട്ടിയെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. ഇതിനു മുമ്പും പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടി കണ്ടെത്തിയിട്ടുമുണ്ട്, അത് പിടിച്ചിട്ടുമുണ്ട്. അത് കൊണ്ടുവന്നിട്ട പ്ലാസ്റ്റിക് ചാക്കുകൾ കൊട്ടി തരുന്നപ്പോൾ അതിന് അഡ്രസ്സ് കിട്ടുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. ഇത്തവണയും ചെപ്പശ്ശേരി ഒരു ബാങ്കിൻ്റെ ഡെയിലി ഡെപ്പോസിറ്റിൻ്റെ ബുക്കിലെ അഡ്രസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു പരിധിവരെ വെള്ളിനേഴി പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ വെള്ളിനേഴിയിലും തിരുവാഴിയോടൊക്കെ കൊണ്ടുവന്ന് തള്ളുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് കേസുകൾ ഇതിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ഇന്ന് നിലനിൽക്കുകയാണ്. പൊതുജന ആരോഗ്യ നിയമപ്രകാരവും കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവും ഇത് തട്ടിയ ആളുകളെ കണ്ടെത്തി CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിനു വേണ്ട നിയമ നടപടി പഞ്ചായത്ത് ഭരണസമിതി അതിന് നേതൃത്വം കൊടുക്കും, നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പഞ്ചായത്ത് അധികൃതരും ഹരിതകർമ്മസേന, ആശാ വർക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ മാലിന്യം കനാലിൽ നിന്നും നീക്കം ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് വാർഡ് മെമ്പർ P. ഗീതയും പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർ വിശ്വനാഥൻ, ആശാ വർക്കർ ഷീജ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. 9-ാം വാർഡ് മെമ്പർ P. ഗീത, K. അനിൽകുമാർ, ആശാ വർക്കർ ഷീജ P, ഹെൽത്ത് ഇൻസ്പെക്ടർ വിശ്വനാഥൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു.